നമസ്കാരം, ഞാൻ ഡോക്ടർ റൂബൻ ജോൺ, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്, KMCHR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ അഡിക്ഷനെ പറ്റിയാണ്. റീസെൻ്റ്ലി നമ്മൾ കാണുന്നു ദാറ്റ് സ്ക്രീൻ അഡിക്ഷൻ ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറുന്നുണ്ട്. ഒത്തിരി കുട്ടികളാണെങ്കിലും ഈവൻ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ഒത്തിരി പേര് ഇപ്പം സ്ക്രീനിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു മെഡിക്കലിനെക്കാളും കൂടുതൽ ഒരു തെറപ്പി ആൻഡ് കൗൺസിലിംഗ് ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ എൻറ്റയർ കൗൺസിലിംഗ് ആൻഡ് തെറപ്പി ടീമുണ്ട്. അവരൊന്ന് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. നമസ്കാരം, എൻ്റെ പേര് ആശിഷ്, കൗൺസിലർ, KMCHR ഹോസ്പിറ്റൽ. Good morning. I'm Father Bipin Baby, psychiatric counselor. ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ ശ്രീജ സമ്പത്ത്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്തുവാ ഈ സ്ക്രീൻ അഡിക്ഷൻ? അതിനൊരു ഡെഫിനിഷൻ ഉണ്ടോ? സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായും കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന മൊബൈൽ, TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അതുപോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അത്യധികം നിയന്ത്രണമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ്. അത് നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ മേഖലകളെയും അത് ബാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനം, അവരുടെ ദൈനംദിന കാര്യങ്ങൾ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഹോംവർക്കുകൾ, കാര്യങ്ങൾ ചെയ്യാതെ കറക്റ്റായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. മുതിർന്നവരിലാണെങ്കിൽ അവരുടെ ജോലി, അവരുടെ ബിസിനസ്, അവരുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ്, സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ തടസ്സം വരുന്ന ഒരു സാഹചര്യങ്ങളിലാണ് ഇത് സ്ക്രീനിൻ്റെ ഉപയോഗം ഒരു അഡിക്ഷൻ എന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇതിൻ്റെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈലിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ അതിൻ്റെ ലഭ്യത കുറവാകുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ അത് തീരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് തീരാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കുട്ടികളെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില പെരുമാറ്റത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ, ദേഷ്യം, ഇറിറ്റേഷൻ, ഡിസ്റ്റർബൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പ്രധാനമായിട്ടും അവരിൽ കാണുന്ന സാഹചര്യങ്ങളാണ്. അപ്പം നമ്മളിപ്പം സ്ക്രീൻ അഡിക്ഷൻ എന്തുവാന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൂടാനുള്ള കാരണം എന്തുവാണ്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മുടെ കൗൺസിലിംഗ് റൂമുകളിലൊക്കെ എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അതിന് ഒന്നാമത്തെ കാര്യം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആർ ഡിസൈൻഡ് ടു കീപ്പ് അസ് ഹുക്ഡ് എന്ന ഒരു ധാരണയാണ് പൊതുവെ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആകട്ടെ, ആപ്ലിക്കേഷൻസുകളാകട്ടെ, ഗെയിംസുകളാകട്ടെ, ഈ ചാനൽ ഡിസ്കഷൻ ഉൾപ്പെടെയുള്ളതായ കാര്യങ്ങളെല്ലാം തന്നെ അത് വീക്ഷിക്കുന്ന ആളുകളെ കൂടുതൽ അതിലേക്ക് ചേർന്ന് നിർത്താനും ഒരിക്കലും അതിൽ നിന്ന് വിട്ടു മാറുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കുടുംബങ്ങൾ തമ്മിലുള്ള സംഭാഷണം, അതിനുള്ള സമയം കുറഞ്ഞു വരുന്നു. പുറത്തിറങ്ങി കളിക്കുക, ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഇതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആളുകളെ കൂടുതൽ സ്ക്രീനിലേക്ക് അടുപ്പിക്കുകയും ക്രമേണ അതൊരു ഡിപ്പെൻഡൻസ്, പിന്നീട് അതൊരു അഡിക്ഷനായി അത് കൂടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ ശ്രീജ, നമുക്ക് ഈ റീസെൻ്റ്ലി നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഈ നോട്ട്സ് എല്ലാം വാട്സാപ്പ് വഴിയാണ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. അപ്പം പേരൻസിന് ഈ മൊബൈലും സ്ക്രീനും കൊടുക്കാതിരിക്കാനുള്ളൊരു ഓപ്ഷനും ഇല്ലാതായി വരും. അപ്പം ഈ സിറ്റുവേഷൻസിന് പേരൻസിന് എന്തോ ചെയ്യാൻ പറ്റും? അതിനൊന്ന് ഒരു അബ്യൂസിലോട്ട് പോകാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തോ ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അവരൊരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ടൈം റുട്ടീൻ ഉണ്ടാക്കണം. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 6:30 to 7 നമുക്ക് ഹോംവർക്ക് അങ്ങനെയുള്ള വാട്സപ്പിൽ വരുന്ന ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ തന്നെ അതിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യുക, അവർക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്ത് അവർക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ എപ്പോഴും അവർ ആ വാട്സപ്പിൽ നോക്കണം, നമുക്ക് നോട്ട്സ് വന്ന് എന്ന് പറയുന്നതിനുപരി അവരെ കൊണ്ട് ആ നോട്ട്സ് ഒന്ന് എഴുതിപ്പിക്കുക, ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ആ റൂള് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെറിയ റിവാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് അവർ ബ്രേക്ക് ചെയ്തു അപ്പം അത് ആ ഒരു റിവാർഡിനെ നമുക്ക് തിരിച്ചെടുക്കാം. അങ്ങനെ ഒരു
ഒരു റുട്ടീൻ സെറ്റ് ചെയ്തതിന് പോകുന്നതായിരിക്കും നല്ലത്. റൂൾസും ബൗണ്ടറീസും സെറ്റ് ചെയ്യണം ആൻഡ് അത് ഫോളോ ചെയ്യണം. ഓക്കെ. പിന്നെ മാതാപിതാക്കൾ ഒരു റോൾ മോഡൽ ആയിരിക്കണം. കാരണം അവർ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത് ലേൺ ചെയ്യുവാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ബിബിൻ അച്ഛാ, ഈ കോവിഡ് ഇത് എങ്ങനെയാണ് ഇതിനെ, ഈ സ്ക്രീൻ അഡിക്ഷൻ നമ്മൾ ഓൾവേസ് പറയും ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ്, ഈ കോവിഡിൻ്റെ ശേഷമാണ്. ഈ കോവിഡ് എങ്ങനെയാണ് ഇതിനെ ഇത്രയും ബാധിച്ചത്? കോവിഡാനന്തര ഒരു സാമൂഹ്യ ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ, TV സ്ക്രീനുകളുടെ ഒരു എത്രത്തോളം അത് വിൽക്കപ്പെട്ടിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ തന്നെ അതിന്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. നല്ലൊരു ശതമാനം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത്യാവശ്യമായിരുന്ന ഒരു കാര്യം ശീലമാവുകയും പിന്നീട് അതൊരു അടിമത്തമായി മാറുകയും ചെയ്തൊരു സാഹചര്യം എന്ന് വേണം ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ. കോവിഡിൽ നമുക്ക് ഐസൊലേഷൻ ഉണ്ടായിരുന്നു, ജോലി വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈനംദിന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഓൺലൈൻ സാധ്യതകളെയും സ്ക്രീനെയും ആശ്രയിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ അതിനുശേഷവും ഓരോ വ്യക്തികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ സ്ക്രീനിലേക്ക് ചുരുങ്ങി പോകുന്ന സാഹചര്യം വന്നു. ആളുകളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല. കോവിഡ് കാലഘട്ടത്തിലെ കുട്ടികളിൽ പോലും അവർക്ക് പുറത്തേക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത വിധത്തിലേക്ക് മാറി. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ആവശ്യമായിരുന്നത് അതൊരു അടിമത്തമായി മാറ്റപ്പെട്ടു എന്നതാണ് സത്യം. ഇത് പറയുമ്പോൾ ആശിഷ്, നമ്മൾ ഈയിടെ റീസെൻ്റ്ലി ഒരു കുട്ടി വന്നായിരുന്നു. ആ കുട്ടി ഓൺലൈൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഒരു പയ്യനെ പരിചയപ്പെട്ടു. ആ പയ്യൻ്റെ അടുത്ത് റിലേഷൻഷിപ്പ്, ഇതുവരെ മീറ്റ് ചെയ്യാത്ത പരിചയമില്ലാത്തൊരു പയ്യൻ്റെ അടുത്ത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആ പയ്യൻ ഈ കുട്ടിയുടെ വീട് മനസ്സിലാക്കി വീട്ടിൽ വരുന്നു. എന്നിട്ട് 3-4 ദിവസം ആ വീട്ടിലെ ടെറസിൽ തന്നെ താമസിക്കുന്നു, എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ്. അപ്പം ഈ ഒരു പുതിയൊരു ട്രെൻഡ്, ഇത് ഇച്ചിരി ഡേഞ്ചറസ് ഉള്ളൊരു ട്രെൻഡ് അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ മനസ്സിലാക്കാൻ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വെളിയിൽ പോകുമ്പോൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് പറയുന്നു, അവരത് കേൾക്കുന്നു, ചോദിക്കുന്നു, അവരതിൽ ഇടപെടുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് കുട്ടികളുടെ ആണെങ്കിലും കൗമാരക്കാരുടെ ആണെങ്കിലും ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും ബിസിയാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ, ഇവൻ വീടുകളിലെ ഹൗസ് ഹോൾഡ് കാര്യങ്ങളിലാണെങ്കിലും പുറമേയുള്ള ജോലിയിലായാലും ബിസിനസ്സിലായാലും പഠനത്തിലായാലും വർക്ക് ലോഡും കൂടുതലാണ്. അവരെല്ലാവരും ജീവിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ബിസിയാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെയോ അല്ല മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ മുമ്പ് അച്ഛൻ ഓർപ്പിച്ച പോലെ അവരുടെ ആ ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഒരു സേഫ് സോൺ എന്ന രീതിയിലേക്ക് കുട്ടികൾ, ചെറുപ്പക്കാർ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥകൾ വരുന്നു. മാതാപിതാക്കളോടുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നു. കമ്മ്യൂണിക്കേഷൻ കുറയുന്നതിനനുസരിച്ച് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് അവിടെ റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്നു. ആ സമയത്ത് അവർക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ, അല്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുമ്പോൾ, അവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അത് കേൾക്കുവാനും ആ കേൾക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വ്യക്തികളെ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ ആ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാവുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും അവിടെയാണ് പിന്നീട് മറ്റു പല ഇതിലേക്കും പോകുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഫോട്ടോ ഷെയർ ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് കൈമാറുക, അവരത് വീണ്ടും കാണുന്ന മീറ്റപ്പ് ആ ലെവലിലേക്ക് വരിക, അത് പിന്നീട് മറ്റു പല ഇഷ്യൂസിലേക്കും പോവുകയും വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആരോഗ്യകരമായ ബന്ധങ്ങൾ അനാരോഗ്യകരമായി മാറ്റപ്പെടും. തീർച്ചയായിട്ടും. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാതാപിതാക്കളാണെങ്കിലും ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അവരും ഒരു റോൾ മോഡൽസായിട്ട് നിൽക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബൗണ്ടറി വെക്കണം. മുമ്പേ ശ്രീജ മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ടൈമിംഗ്, അല്ലെങ്കിൽ അവർ ആരോട് സംസാരിക്കുന്നു, ആരോട് ചാറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം വീട്ടിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ബേസിക്കലി പേരൻസ് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് അവർ കളയുമ്പം വേറെ ആൾക്കാർ ആ ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ട് അവരുടെ ആവശ്യത്തിന് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾ അങ്ങനെ മിസ്ഡയറക്റ്റ് ആയി പോകുന്നു. അതെ. ശ്രീജ, നമ്മളിപ്പം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ഇതല്ലാതെ വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സൈക്കോളജിക്കൽ ടെക്നീക്സ് ഉണ്ടോ ഈ സ്ക്രീൻ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട്? ഫസ്റ്റ് നമ്മൾ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിൽ അഡിക്റ്റ് ആണോ, സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. നമ്മളുടെ ഒരു കുടുംബജീവിതത്തിനെ ബാധിക്കുന്നുണ്ടോ, സ്റ്റഡീസിനെ ബാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ബിഹേവിയർ ചേഞ്ചസിൽ വരുന്നത് നമുക്കൊരു കുഞ്ഞുങ്ങളെ തന്നെ ആണെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഗ്രാറ്റിഫിക്കേഷനെ നമ്മൾ ഡിലേ ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പം നമ്മൾ അതിനെ വേണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പം അങ്ങനെ കുറേ ചേഞ്ചസ്, അതായത് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായതല്ല, ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ കൺട്രോളിൽ നമുക്ക് ഒരു ക്വാളിറ്റിയോട് കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ദ കീ ഈസ് മോഡറേഷൻ അല്ലേ? സോ ആസ് ഒരു ഡോക്ടറായിട്ട് നമുക്കൊരു ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് ഉണ്ട്, അവരുടെ ഗൈഡ് ലൈൻസ് തന്നെ ഉണ്ട് ഫോർ സ്ക്രീൻ യൂസ്. ബിലോ 2 years കുട്ടികൾക്ക് ഒരു സ്ക്രീൻ യൂസും പാടില്ല എക്സെപ്റ്റ് ഫോർ വീഡിയോ കോൾസ്. അപ് ടു 5 years 1 hour പെർ ഡേ മാക്സിമം. അപ് ടു 10 years 2 hours പെർ ഡേ. ആൻഡ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് പാടില്ല, ഉറങ്ങുന്ന ബെഡ് ടൈമിൻ്റെ സമയത്ത് പാടില്ല, ആൻഡ് അവരുടെ ഡെയിലി റൂട്ടീൻ കഴിഞ്ഞിട്ട് മാത്രമേ സ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷൻ നിങ്ങൾ സ്ക്രീൻ വഴി തന്നെയാണ് നിങ്ങളിപ്പം എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം ചെയ്യേണ്ടത് സ്ക്രീൻ ഓഫ് ആക്കുക, വീട്ടിലോട്ടൊന്ന് ഇറങ്ങുക, ഇവിടെ റൂമിൽ എവിടെയെങ്കിലും അമ്മ കാണും, കുട്ടികൾ കാണും, അവരോടൊക്കെ ഒന്ന് മിണ്ടുക. ഓക്കെ.